മമ്മൂട്ടിക്കൊപ്പം ഒരു സിനിമ ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നതായി സംവിധായകൻ തരുൺമൂർത്തി, സൗദി വിളക്ക് എന്ന സിനിമ റിലീസിന് ശേഷം മമ്മൂട്ടി വിളിച്ച് അഭിനന്ദിച്ചിരുന്നു. ഒരുമിച്ചൊരു സിനിമ ചെയ്യുന്നതിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ഒരു കഥ കണ്ടെത്തുകയും അതിൽ കുറച്ചുനാൾ വർക്ക് ചെയ്യുകയുമുണ്ടായി. എന്നാൽ ഉദ്ദേശിച്ച രീതിയിലേക്ക് അത് മാറ്റാൻ കഴിയാതെ വന്നതോടെ ആ സബ്ജക്റ്റ് ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് ആണ് മോഹൻലാലിനൊപ്പം തുടരും എന്ന സിനിമയോ ചെയ്തതെന്നും തരുൺമൂർത്തി പറഞ്ഞു. കൗമുദി മൂവീസിന് നൽകിയ സംസാരിക്കുകയായിരുന്നു തരുൺമൂർത്തി. സൗദി വിളക്ക് റിലീസായ ശേഷം ആദ്യം വിളിച്ചത് മമ്മൂക്കയായിരുന്നു. പുള്ളി വിളിച്ചിട്ട് സിനിമ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. "നമുക്കൊരു പടം ചെയ്യണ്ടെടാ" എന്ന് ചോദിച്ചു. ഇങ്ങോട്ട് എനിക്ക് അവസരം തന്നതായിരുന്നു. പക്ഷേ മമ്മൂക്ക ഇപ്പോൾ ചെയ്യുന്ന സിനിമകൾ അറിയാമല്ലോ, മൊത്തം പരീക്ഷണ സബ്ജക്റ്റുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള നടൻ്റെ അടുത്തേക്ക് കഥയും കൊണ്ട് ചെല്ലുമ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും നമ്മുടെ കൈക്ക് വേണമല്ലോ. മമ്മൂക്കയ്ക്ക് വേണ്ടി ഒരു സബ്ജക്റ്റ് കിട്ടി. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് മാറ്റാൻ പറ്റിയില്ല. പുള്ളി എനിക്ക് വിളിച്ച് ചോദിക്കും, റെഡിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ മറുപടിയും പറയും. പക്ഷേ ആ സബ്ജക്റ്റ് ഉപേക്ഷിക്കേണ്ടി വരുന്നു. പുതിയ കഥ അന്വേഷിക്കുന്നതിനിടയിൽ തുടരും സിനിമയുടെ കഥ എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഭാഗ്യമോ നിർഭാഗ്യമോ എന്നൊന്നും അറിയില്ല. രജപുത്ര രഞ്ജിത്തേട്ടനാണ് ഈ കഥയും കൊണ്ട് ലാലേട്ടനെ കാണാൻ ചെല്ലാൻ പറഞ്ഞത്. അങ്ങനെയാണ് ലാലേട്ടൻ്റെ അടുത്തേക്ക് എത്തുന്നത് എന്ന് തരുൺമൂർത്തി പറഞ്ഞു. അതേസമയം തരുൺമൂർത്തിയുടെ പുതിയ ചിത്രമായ തുടരൻ ഏപ്രിൽ 25-നാണ് തിയേറ്ററിലെത്തുന്നത്. ജനുവരി റിലീസായിട്ടായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. എന്നാൽ ചില കാരണത്താൽ റിലീസ് നീട്ടുകയായിരുന്നു. മോഹൻലാലും ശോഭനയും 20 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് തുടരും. മണിയും ബലരാജു, ബിനു പപ്പു, ഇർഷാദ്, തോമസ് മാത്യു തുടങ്ങിയവരെല്ലാം ചിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട്. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ രജപുത്ര രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്.